ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഫാസ്റ്റ് സെല്ലർ ബ്രൈനിയർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ 4 കിഡിലൻ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്ന് ഇയോൺ പെട്രോൾ 2014 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, അതുപോലെ തന്നെ എത്തിയോസ് ക്രോസ് പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് 2014 മോഡൽ വണ്ടി, i20 ആസ്റ്റ ഓപ്ഷന് CNG വരുന്ന വണ്ടിയാണ്. പിന്നെ അത് മാത്രമല്ല ബെലീനോ പെട്രോൾ ഓട്ടോമാറ്റിക്, അതും CNG വരുന്ന വാഹനമാണ്. അപ്പോൾ നല്ല കിടിലൻ പ്രൈസിൽ 4 കിടിലൻ വാഹനങ്ങളാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ ലാഗ് ചെയ്യാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചെറിയ ഫാമിലീസിൻ്റെ ഇഷ്ടവാഹനമായ 800 cc വരുന്ന, കാണാം ലുക്ക് വൈസ് ആണെന്നുണ്ടെങ്കിലും ഒരു എക്സിക്യൂട്ടീവ് വാഹനമായിട്ടുള്ള ഹ്യൂണ്ടായ് ഇയോൺ പെട്രോൾ വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2014 മോഡലാണ് വരുന്നത്. മാഗ്ന പ്ലസ് എന്ന് പറയുന്ന വേരിയന്റിലാണ് ഈ ഒരു വാഹനം വന്നുള്ളത്. മാഗ്ന പ്ലസ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ്റെ നേരെ താഴെ ഉള്ളത് വീൽ കവേഴ്സ് കാര്യങ്ങളൊക്കെ, കമ്പനി വീൽ കവേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ കമ്പനി മ്യൂസിക് സിസ്റ്റം, പിന്നെ അതുപോലെ ഇൻറ്റേർണലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും സീറ്റൊക്കെ കമ്പനി വന്നപ്പോൾ എല്ലാവരും ഫാബ്രിക് സീറ്റ് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന് ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ടുള്ളൊരു സ്പോയിലർ കാര്യങ്ങൾ എല്ലാം ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. മാഗ്ന പ്ലസ് എന്നുള്ള ആ ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം വെറും 41,000 കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പിലാണ്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങൾ എല്ലാം ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും 2,40,000 രൂപ മാത്രമാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് i20 പെട്രോൾ ആണ്. എലൈറ്റ് i20 പെട്രോൾ വാഹനം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മൈലേജിൻ്റെ ഒരു ഇഷ്യൂ പറയുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് മൈലേജിൻ്റെ ഒരു പ്രോബ്ലം വരില്ല, കാരണം ഇതൊരു CNG വാഹനമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നോക്കാം. ഇത് വരുന്നത് 2017 മോഡൽ വരുന്ന 18 രജിസ്ട്രേഷനിലാണ് വരുന്നത്. ആസ്റ്റ ഓപ്ഷൻ വേരിയൻ്റാണ്. ആസ്റ്റ ഓപ്ഷൻ ആയതുകൊണ്ട് ഒരു പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് കാര്യങ്ങൾ. ഫീച്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഫുള്ള് ഇതിന് മാത്രം പറയേണ്ടി വരും, കാരണം അത്രയും ഫീച്ചേഴ്സ്. ഓട്ടോമാറ്റിക് AC, അതുപോലെ തന്നെ മറ്റേ ടച്ച് സ്ക്രീന്, റിവേഴ്സ് ക്യാമറ, സ്റ്റെയറിംഗ് മൗണ്ടർ കൺട്രോൾസ്. പിന്നെ ഇതിൽ മെയിൻ ഹൈലൈറ്റ് സേഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 എയർ ബാഗ്സും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. റിയർ AC വെൻറ്റ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. ഫീച്ചേഴ്സ് വൈസ് ഇതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അത് മാത്രമല്ല പുഷ് ബട്ടൺ സ്റ്റാർട്ട്, പിന്നെ ബാക്ക് വൈപ്പേഴ്സ്, ഡീഫോഗർ ലൈന്, റിവേഴ്സ് ക്യാമറ, സെൻസേഴ്സ്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സോടും കൂടിയിട്ടാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മോഡൽ ഞാൻ പറഞ്ഞ മാതിരി 2017 മോഡൽ 18 രജിസ്ട്രേഷനിലാണ്. ആസ്റ്റ ഓപ്ഷനാണ് വേരിയൻ്റ് വരുന്നത്. 79,000 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പിലുള്ള കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങൾ എല്ലാം വരുന്ന ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും 5,90,500 രൂപ മാത്രമാണ്. അടുത്തത് വരുന്നത് എത്തിയോസ് ലിവ ക്രോസ് മോഡലായിട്ടുള്ളൊരു വാഹനമാണ്. ഇത് വരുന്നത് 2014 മോഡലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. G എന്ന് പറയുന്ന വേരിയൻ്റിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. ക്രോസ് മോഡലാകുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഈ സൈഡിലൊക്കെ ഇതുപോലെ ഇല്ല ബീഡിങ്സ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ്, ഫോഗ് ലാമ്പ്, മിറർ ഇൻഡിക്കേറ്റേഴ്സ്, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സോടും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പിൽ തന്നെയാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. അതുമാത്രമല്ല റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല. പിന്നെ റിയർ സൈഡും അതുപോലെ തന്നെ ഇൻറ്റീരിയേഴ്സ് കാര്യങ്ങളെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ ബാക്ക് വൈപ്പേഴ്സ്, ഡീഫോഗർ ലൈന്, സെൻസേഴ്സ് കാര്യങ്ങൾ എല്ലാം ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം വെറും 79,000 കിലോമീറ്റർ മാത്രം ഓടിയ ക്രോസ് പെട്രോൾ മോഡലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും 4,65,000 രൂപ മാത്രമാണ്. അപ്പോൾ അവസാനമായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബെലീനോ പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. അതായത് ബെലീനോ പെട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പെട്രോൾ വാഹനങ്ങളിൽ മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്നൊരു വാഹനമാണ്. പക്ഷേ ഇത് ഓട്ടോമാറ്റിക് CVT ആയതുകൊണ്ട് തന്നെ മൈലേജിൽ ചെറിയ വേരിയേഷൻ വരും. പക്ഷേ ഈ ഒരു വാഹനത്തിന് നമുക്ക് മൈലേജ് നല്ല രീതിയിൽ കിട്ടും. കാരണം ഈ ഒരു വാഹനവും CNG വാഹനമാണ്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട i20 മാതിരി തന്നെ ഈ ഒരു വാഹനം CNG വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇത് വരുന്നത് 2016 മോഡലിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. ഡെൽറ്റ എന്ന് പറയുന്ന വേരിയൻ്റിലാണ്. ഡെൽറ്റ ആയതുകൊണ്ട് തന്നെ ഫോഗ് ലാമ്പ്, അതുപോലെ തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും, അതായത് 4 ഡോർ പവർ വിൻഡോസ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, മിറർ ഇൻഡിക്കേറ്റേഴ്സ്, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ
പക്ഷെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്പനി ഇൻബിൽട്ട് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, AC കാര്യങ്ങൾ എല്ലാം ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് കാര്യങ്ങൾ. റിയർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റിയർ സൈഡ് തന്നെയാണ്. അതും ഇൻറ്റീരിയേഴ്സ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് വൈപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഡീഫോഗർ ലൈന്, റിയർ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ഡെൽറ്റ എന്ന് പറയുന്ന വേരിയന്റിൽ CVT ട്രാൻസ്മിഷനിലാണ്, ഓട്ടോമാറ്റിക് CNGയോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. 2016 മോഡലിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. അപ്പോൾ സിംഗിൾ ഓണർഷിപ്പിലാണ്, 80,000 കിലോമീറ്ററാണ് റൺ ചെയ്തിട്ടുള്ളത്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസും ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും 5,75,000 രൂപ മാത്രമാണ്. അപ്പോൾ ഈ 4 വാഹനങ്ങളും നമുക്ക് കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും ഡെലിവറി ഓപ്ഷനും കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. അപ്പോൾ ഈ 4 വാഹനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഹൈ ക്വാളിറ്റി വാഹനവുമായി വീണ്ടും കാണുന്നത് വരേക്കും ബൈ.